KPSTA സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന സ്വദേശ് മെഗാ ക്വിസ് ഫൈനൽ മത്സരങ്ങൾ എറണാകുളം പുല്ലപ്പടി ദാറുൽ ഉലൂം വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. 14 ജില്ലകളിലെ LP, UP, HSS വിഭാഗങ്ങളിലെ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയ മത്സരാർത്ഥികൾക്കാണ് സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുത്തത്. സ്വദേശ് ക്വിസ് സംസ്ഥാനതല മത്സരം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനം എവിടെയാണ് അവിടെ പോയി പഠിക്കണമെന്ന് തീരുമാനിക്കും. അതാണ് ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യം. മൃഗങ്ങളുടെ അസ്ഥി കിട്ടും, മനുഷ്യന്റെ തലയോട്ട് കിട്ടും, ചിലപ്പോൾ കോയിൻസ് കിട്ടും. ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഞങ്ങളുടെ പറവൂരെ പട്ടണത്തിൽ കുറിച്ചപ്പോൾ 2000 വർഷങ്ങൾക്ക് മുൻപ് 31 രാജ്യങ്ങളുമായി അവിടെ തുറമുഖം ഉണ്ടായിരുന്നു, മുസ്ലിംസ്. ആ തുറമുഖത്തിന് 31 രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന പോയിന്റ്സ് കിട്ടി. അപ്പൊ ഇപ്പൊ തലയോട്ട് കിട്ടി, അസ്ഥി കിട്ടി. അപ്പൊ എന്ത് ചെയ്യും? ജനറ്റിക് പരിശോധന. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന വലിയ സബ്ജക്റ്റാണ്. ജനറ്റിക് പരിശോധന ഒരു തലയോട്ടിയുടെ നടത്തിയാൽ എത്ര വർഷം മുമ്പ്, എത്രായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുടെ തലയോട്ടിയാണെന്ന് മനസ്സിലാക്കും. അങ്ങനെയാണ് മനുഷ്യന്റെ മൂവ്മെന്റ് മനസ്സിലാക്കുന്നത്. മനുഷ്യൻ നടന്നത് എങ്ങനെയാണ്, പോയത് എങ്ങനെയാണ്. അത്രമാത്രം അഡ്വാൻസ്ഡ് ആയ, അത്രമാത്രം നോളജ് എക്സ്പ്ലോഷൻ നടക്കും ഒരു കാലത്തേക്കാണ് നിങ്ങൾ പോകുന്നത്. കോമ്പറ്റേറ്റീവാണ്. അത് ജിജ്ഞാസ വളർത്തിയെടുത്ത് പുതിയ അറിവുകൾ നേടണം എന്നുള്ള ആഗ്രഹത്തോട് ഞാൻ ഇത്ര നിങ്ങളോട് പറയാൻ കാര്യം, നിങ്ങൾ സ്ത്രീയുമായിട്ടുള്ള കുട്ടികളാണ്. ഏറ്റവും മിടുമിടുക്കന്മാരും മിടുപിടിക്കാനുമായിട്ടുള്ള കുട്ടികളാണ്. സെലക്ടീവിടെ വന്നിരിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ടാണ് സെലക്ഷൻ കിട്ടി ഓരോ ജില്ലകളിൽ നിന്ന് വന്നിരിക്കുന്ന കുട്ടികൾ. നിങ്ങളത് ഇൻസ്പയർഡായി ആ അറിവ് തേടിയുള്ള അന്വേഷണം, വായനയിലൂടെ, മറ്റന്വേഷണങ്ങളിലൂടെ നമുക്കിഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, ഇല്ലേ? കാലിൻ്റെ കേടുപാടുകൾ മനസ്സിലാക്കി നന്നാണ്. അതുപോലെ ഇവർ നമ്മളെ സ്കാൻ ചെയ്യും. എന്നിട്ട് പറയും ഇതാണ് എൻ്റെ അസുഖം. അടുത്ത രണ്ടാമത്തെ കാര്യം എന്താ? പ്രിസ്ക്രിപ്ഷനാണ്. മരുന്ന് ഏതാണെന്ന് വെച്ചു. ഒരു 10 മെഡിസിൻ എടുക്കും. ഇത് വേണ്ട, തന്നെ ലിവർ അടിച്ചു പോകും, ഇത് തന്നെ കിഡ്നി പോകും, ദിസ് ഈസ് ദ റൈറ്റ് മെഡിസിൻ, ഇതാണ് മരുന്ന്, പോയി കഴിച്ചു, അസുഖം മാറുന്നു. അസുഖം മാറും, പെട്ടെന്ന് മാറും. പിന്നെ ഇന്റർ ഡിസിപ്ലിനറി എന്ന് പറയും. അതറിയാലോ, 2 സബ്ജക്റ്റ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നാനോ ടെക്നോളജിയും കൂടി മെർജ് ചെയ്യും. നാനോ ടെക്നോളജി എന്നിട്ടൊരു നാനോ റോബോട്ട് ഉണ്ടാകും. ചെറിയ റോബോട്ട്, ശരിക്കും കാണാൻ പറ്റും. അത് ഡോക്ടർ നമ്മുടെ വെയിനിലേക്ക്, സ്ഥിരങ്ങളിലേക്ക് ഇൻജക്ട് ചെയ്യും. എന്നിട്ട് നിങ്ങൾ വീഡിയോ ഗെയിം കളിക്കില്ല, മറ്റേ സ്റ്റിക്ക് വെച്ച് വീഡിയോ ഗെയിം കളിക്കുന്നു. അതുപോലെ ഡോക്ടർ ഇങ്ങനെ കൺട്രോൾ ചെയ്യും. അപ്പോൾ ഹാർട്ടിന് ബ്ലോക്കുള്ള ഒരാളുടെ ഗത്തേക്ക് ഇവരിങ്ങനെ ഈ നാനോ റോബോട്ട് പോകും. എന്നിട്ട് ഹാർട്ടിൻ്റെ ബ്ലോക്ക് കംപ്ലീറ്റ് മാറ്റി ക്ലിയറായി. പിന്നെ ആൻജിയോപ്ലാസ്റ്റി ഇല്ല, ബൈപ്പാസ് സർജറി ഇല്ല, ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറി. ക്യാൻസർ പേഷ്യൻ്റെ ശരീരത്തിലേക്ക് ഇതെന്ന് വിടും. ശരീരത്തിലെ ക്യാൻസർ സെല്ലുകൾ മുഴുവൻ റിമൂവ് ചെയ്യും. ഒരെണ്ണം ബാക്കിയിട്ടില്ല. ഒരെണ്ണം ബാക്കിയിട്ട് സ്പ്രെഡ് ആവും. പിന്നെ എല്ലാത്തിനും റിമൂവ് ചെയ്യും. അപ്പോൾ റേഡിയേഷൻ ഇല്ല, കീമോതെറാപ്പി ഇല്ല, ഒന്നുമില്ല. അസുഖം മാറി. പിന്നെ ഒരു സാധനം പറയുന്നു, ഞെട്ടിപ്പോകും. അത് നമ്മുടെ ഏജിങ് പ്രോസസ്സ് റിവേഴ്സ് ചെയ്യും. മനസ്സിലായില്ല? പോകുന്നു. അവിടെ പഠിക്കുന്ന കാര്യങ്ങൾ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആവുകയാണ്, പുതിയ നോളജ് വരികയാണ്. അപ്പോൾ നോളജ് അപ്ഡേറ്റ് ചെയ്യുക, പുതിയ അറിവ് അതിനെ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത് ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഇപ്പോൾ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ച് പോലും ഉള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. അതിൻ്റെ 10,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയാണ്. നിങ്ങൾ യുവാൽ നോവ ഹരാരെ എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹോമോ സേപ്പിയൻസ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഹോമോ സേപ്പിയൻസ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ആളാണ്. ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ബെസ്റ്റ് സെല്ലേഴ്സിൽ ഒരാളാണ് യുവാൽ നോവ ഹരാരെ എന്ന് പറയുന്ന എഴുത്തുകാരൻ. അതേ 10,000 വർഷങ്ങളിലുള്ള മനുഷ്യന്റെ ചരിത്രമാണ് ഹോമോ സാപ്പിയൻസ് എഴുതിയത്. ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ കൈൻഡാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ബുക്ക്. ഹോമോ ഡ്യൂവോസ് ആണ്, മനുഷ്യന്റെ ഭാവിയെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഞെട്ടിപ്പോകും. ഞാൻ അതിലൊരു കാര്യം പോലെ ഞാൻ അവസാനിക്കുന്നു. അതിൽ അദ്ദേഹം ചോദിക്കുന്നു, കഴിഞ്ഞ നൂറ്റാണ്ടിൽ മനുഷ്യന്റെ ആയുസ് എത്രയാണ്? ശരാശരി ആയുർദൈർഘ്യം എത്രയായിരുന്നു? 35-40 വയസ്സ്. 35 വയസ്സൊക്കെ ആകുമ്പോൾ ആൾ പോകും.
ഒരുപാട് സമ്മാനങ്ങൾ നേടാൻ, ഒരുപാട് അറിവുകൾ നേടാൻ വരാനിരിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് കഴിയും. അതിനുള്ള പ്രചോദനമായത് KPSTയുടെ ഈ മെഗാ ക്വിസ് മത്സരം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം. വിജയികൾക്ക് യഥാക്രമം 1, 2, 3 സ്ഥാനം നേടുന്ന 4 വിഭാഗങ്ങളിലായി സമ്മാനമായി 25,000, 15,000, 10,000 രൂപ ക്രമത്തിൽ ക്യാഷ് അവാർഡും മൊമെന്റവും സർട്ടിഫിക്കറ്റും എന്നിവയും നൽകി. മത്സരത്തിന്റെ സ്പോൺസർ KN അബ്ദുൽ ഗഫൂർ ഫോർമോസ്റ്റ്, സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി PK അരവിന്ദൻ, സംസ്ഥാന ട്രഷറർ അനിൽ വട്ടപ്പാറ, TU സാദത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.